ആ അതെ, അവിടെ നിന്ന് ഇത് എത്ര മീറ്ററാ പറഞ്ഞേക്കണേ? 4 മീറ്ററാണ് സാർ. 4 മീറ്റർ. 4 ഇത് നമ്മളെ ഇത്ര തിരക്ക് പിടിക്കണം എന്താണെന്നറിയോ? എന്താണ്? നമ്മൾ ഈ ആൾക്കാരൊക്കെ വന്നേക്ക് മുമ്പ് ഇത് മീറ്ററും കാര്യങ്ങളൊക്കെ അളന്ന് കുറ്റിയിട്ട് പോയില്ലെങ്കിലേ ആൾക്കാർ നമ്മളെ പൊങ്കാലയിടും. അതാണ് പ്രശ്നം. 4 മീറ്റർ അവിടെ നിന്ന് പിടിക്കുമ്പോ നമ്മള് ഈ കുട്ടി ഏ ഇതേത് ഈ കുട്ടീന്ന്? എടോ ഇതല്ലടോ ഈ കേരളം മുഴുവൻ ഇട്ടേക്കണ സീറിയലിന്റെ കുറ്റി. അതല്ലെന്ന്. ഈ കുട്ടി ഏതാണ്? ഏത്? ആരോട് താൻ? We are from Indian Railway. Yes. അയ്യോ ചേട്ടാ, സാർ ഒരു അബദ്ധം പറ്റി പോയതാണ്. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ പെട്ടെന്ന് ഷൂട്ട് വന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. മാറ്റിക്കരുത് മോളെ. ഞങ്ങളെ ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ആൾക്കാരെ തേടി പിടിക്കാൻ വന്ന റെയിൽവേ ഉദ്യോഗസ്ഥരല്ല. അല്ലേ? മോളെ കേരളത്തിലല്ലേ ജീവിക്കണേ? ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിവേഗ റെയിൽവേ പാതയുടെ സർവേ എടുക്കാൻ വന്ന സർവേ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരാ ഞങ്ങള്. ഇവിടെ എന്താ വന്നേ? കുറ്റിയിട്ടേക്കണേ. അതിന്റെ കുറ്റിയാണോ ഇത്? അയ്യോ, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കേരളം മുഴുവൻ പോകുന്ന ട്രെയിനിന്റെ ഒരൊറ്റ കുറ്റി നിങ്ങളുടെ ഫ്ലോറിനകത്ത് വന്നേക്കണേ. ഇവിടെയാണോ കുറ്റി ഇടേണ്ടത്? സർക്കാർ സർവേ പ്രകാരം അല്ലാണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് സർവേ നടത്താൻ പറ്റുമോ? എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇവിടെ വെക്കാൻ പറ്റില്ല. As per Indian Railway Act, we are here for... No, Mr. Officer, this is impossible. Both of you cannot just plan anything like this here. This is a shooting floor. We're supposed to start the shoot. It's already late. This is not going to happen. Okay. Both of you have to leave right now. No. Take this. വെല്ലിച്ചം പാവല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ? അത് മാത്രല്ല, പ്രായവരോട് ഇങ്ങനെ കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷ് പറയരുത്. പാമ്പൂത്തും പാമ്പിച്ചും മനസ്സിലായില്ലേ? വെറുതെ ഒരു ഇംഗ്ലീഷ് അങ്ങോട്ട് പറഞ്ഞു എന്ന് കരുതി ഇത്രയും പ്രായമുള്ള ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കടിച്ചപ്പൊട്ടത്ത് ഇംഗ്ലീഷ് പറഞ്ഞ ശാപത്തില്ലേ മോളെ? എന്തിനത്? എന്റെ ആവശ്യമില്ല. കാരണന്മാരുടെ ഒത്തിരി ബഹുമാനത്തോട് പെരുമാറണം. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാനും മലയാളം പറഞ്ഞോളൂ. ശരി. അപ്പൊ പിന്നെ കയ്യൂക്കിന്റെ ബലത്തിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഉദ്ദേശമെങ്കിൽ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. നിന്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചു. ആരാ അത്? വിളിക്കവനെ. എടാ, സിനിമയിൽ ഇത് നരേന്ദ്രപ്രസാദ് അല്ല പറയണേ, എൻ എഫ് റീസ പറയണേ. ആണോ? എന്തായാലും വിളിക്ക്. ചേട്ടാ, പിന്നെ ഇവർക്കൊന്നും കോട്ടില്ലാത്തത്? അല്ല, ഇവര് കോമഡിക്ക് വന്നൊന്നുമല്ല. പിന്നെ ഇവർ ഈ സ്ഥലം അക്വയർ ചെയ്ത് പോകാൻ വന്നതാണെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ഇവിടെ ഷൂട്ട് ചെയ്യും? ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇംഗ്ലീഷ് അറിയില്ല ഇവരാർക്കും. As per Railway Act. Yes, I am an act, but I am not Railway Act. I am in Cinema Act, Television Act, Stage Act. You know what? ഈ ചേട്ടന് അറിഞ്ഞൂടെ ഇംഗ്ലീഷ്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞങ്ങൾ നിങ്ങളെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി വന്ന ആളുകളല്ല. ഞങ്ങൾ നിങ്ങളെയും ദ്രോഹിക്കുന്നില്ല. ഇല്ല. പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കാട് കയറി സംസാരിച്ചിട്ട് കാര്യമില്ല. സാറേ, കാട് കയറി സംസാരിച്ചതല്ല സാറേ. ഇതിലെ ഇങ്ങനെ കുറ്റിയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യും? ഞങ്ങളുടെ ഷൂട്ടിംഗ് മുടങ്ങി പോകില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കുക എന്നുള്ള പക്ഷേ ഞങ്ങൾ ഈ കുറ്റിയിട്ട സ്ഥലത്തിലൂടെ ട്രെയിൻ പോകും. അത് വളരെ സ്പീഡിൽ ട്രെയിൻ പോകും. ഇതുവഴി സ്പീഡിൽ ട്രെയിൻ പോയി ഞാൻ എവിടെ നിന്ന് ആങ്കർ ചെയ്യും? എന്റെ പൊന്നു കൊച്ചേ, സാധാരണ ഒരു ട്രെയിൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ കൊച്ചി ഇവിടെ നിന്നിട്ട് ആങ്കർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ട്രെയിന് ഇങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂല. സാറേ, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ തന്നെ സെറ്റപ്പ് ചെയ്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിനുള്ള ഒരു അനുവാദം തരണം. ഞങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തോട്ടെ? സുഹൃത്തെ, നിങ്ങൾ ഷൂട്ട് ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഞങ്ങൾ സർവേ പ്രകാരം ഇവിടെ ഇട്ടേക്കണ കുറ്റി ആരെങ്കിലും പിഴുതെറിഞ്ഞാൽ ആസ് പെർ റെയിൽവേ ആക്ട് വി ആർ ഹിയർ ഫോർ പാമ്പിച്ചു കൊത്തും. അനുഭവിക്കും. മനസ്സിലായോ? പോരെ, അനുഭവിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അത് വന്നത്. ചേട്ടാ, എന്നാ തുടങ്ങാം. പക്ഷെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത അനങ്ങാപ്പാറ പോലത്തെ ഒരു സാധനം സ്റ്റേജിന്റെ സെന്ററിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഷോ മുന്നോട്ട് പോകും? അല്ല ഡയാന, ആത്മവിമർശനം നല്ലതാണ്. ഡയാനയ്ക്ക് ഡയാനെ കുറിച്ചുള്ള ബോധ്യമുള്ളത് നമുക്ക് നല്ലതാണ്. പക്ഷെ ഷോയിൽ ഡയാന നിൽക്കുന്നതിന് ആൾക്കാർക്ക് വലിയ എതിരൊന്നുമില്ല. ഷോ നിന്നോട്ടെ. അനങ്ങാപ്പുറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അല്ല, എന്നെ കുറിച്ചല്ല പറഞ്ഞേ, ഈ സാധനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനൊക്കെ എന്റെ ചെറിയൊരു ഐഡിയ ഉണ്ട്. ആർട്ട് ഒരു ചെറിയ സാധനം തന്നു. അല്ല, ഇതിങ്ങനെ മൂടിയിട്ടാ മതിയോ? ഇന്നൊരു ഗസ്റ്റ് വരും, ഞാൻ ചെയ്തോളാം കേട്ടോ. ഗസ്റ്റിനെ വിളിച്ചോട്ടെ? ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്. എത്രയോ വേദികളിൽ മലയാളിയെ ചിരിപ്പിച്ചു, എത്രയോ സിനിമകളിൽ മലയാളിയെ ചിരിപ്പിച്ചു. മലയാളവും കഴിഞ്ഞ് അന്യഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിവിധങ്ങളായ കഥാപാത്രങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കലാകാരൻ, പ്രിയപ്പെട്ട സുഹൃത്ത്, ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കലാഭവൻ ഷാജോൺ.
നമസ്കാരം ഷാൻ ചേട്ടാ. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഷാൻ ചേട്ടന്റെ സാന്നിധ്യം വീണ്ടും ഞങ്ങൾക്ക് സന്തോഷം തരുന്നു. ഏറ്റവും പുതിയ വിശേഷങ്ങൾ, സിനിമകൾ, കാര്യങ്ങളൊക്കെ എന്താ? പുതിയ വിശേഷങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് സിനിമകളുണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഷാൻ ചേട്ടാ ഷൂട്ട് ആവാറായി വരാൻ പറ്റുമോ, കടുവയുടെ ഷൂട്ടിംഗ് ആണ് എന്ന് പറയും. അടുത്ത് വിളിക്കുമ്പോൾ വേറെ ഏതെങ്കിലും വലിയ സിനിമകളുടെ ഷൂട്ടിംഗ് ആയിരിക്കും. ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോഴും പോകുന്നു. അതെ, അതിൽ വലിയ സന്തോഷം. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സീസണിൽ ഞാൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് സീസണിൽ വന്നപ്പോൾ മൊത്തത്തിൽ പ്രോഗ്രാമിന്റെ തന്നെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് ആണല്ലോ, എല്ലാം കൊണ്ടും ഒരു നല്ല. ആദ്യം ഇത് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാം സഹകരണം ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നതാണ് ഇത് വളരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടസ്റ്റൻസ് വളരാനുള്ള കാരണം. അതൊരു വലിയ സഹകരണമായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. മാത്രമല്ല, ഞങ്ങളുടെ സംഘടനയുടെ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഷാൻ ചേട്ടനുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരുപാട് തിരക്കുള്ള നടനാണെങ്കിലും പലപ്പോഴും ഈ സംഘടനയുടെ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം സമയം കണ്ടെത്തുകയും അതിനെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ വളരെ മുന്നിട്ടിറങ്ങുന്ന ഒരു കലാകാരൻ കൂടെയാണ് ഷാജോൻ ചേട്ടൻ. വളരെ സന്തോഷം ഇന്നത്തെ ഈ എപ്പിസോഡിൽ വന്നതിൽ. താങ്ക് യു സോ മച്ച്. പുതിയ ആൾക്കാരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം വളരെ സന്തോഷമുണ്ട് ഷാജോൻ ചേട്ടൻ. വളരെ നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, വളരെ സന്തോഷമുണ്ട്. എന്ത് പറ്റി? അല്ല പഴയ പോലെ അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഷോ ഇനിയും മുന്നോട്ട് ഇവിടെ തന്നെ ചെയ്യും. വേറെ കുഴപ്പമൊന്നുമില്ല ഷാൻ ചേട്ടാ. അല്ല, അതല്ല, ഞാൻ സാധാരണ വരുമ്പോഴേ നിങ്ങൾക്ക് ഇതുപോലൊരു റിസപ്ഷൻ അല്ല കിട്ടാറ്, അതുകൊണ്ട് ചോദിച്ചാൽ. പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ല, പറയണ എന്താണ്? എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അല്ല, എന്റെ ഹീറോ ആയിട്ടൊരു പടം ഒരാൾ പ്ലാൻ ചെയ്ത നല്ലൊരു ഡയറക്ടറായിരുന്നു. ആ പടം മാറിപ്പോയി. അതുപോലെ തന്നെ ഞാൻ എന്നെ ഹീറോ ആയിട്ട് പ്ലാൻ ചെയ്ത് അത് മാറി. അതുപോലെ തമിഴിൽ നിന്ന് ഒരു 3-4 നല്ല ക്യാരക്ടേഴ്സ് വന്നു. പക്ഷെ ഇവിടുത്തെ തിരക്കാരന് എനിക്ക് തമിഴിൽ പോകാൻ പറ്റില്ല. അതെല്ലാം വേറെ ആൾക്കാരെ ചെയ്യുന്നത്. അതൊക്കെ എത്തിരി എന്നോട് പറയുന്നത്. അല്ല, അതെങ്കിലും പറഞ്ഞ നിന്റെ മുഖത്തൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇല്ല. അല്ല, എന്നാ പറ, എന്റെ പ്രശ്നം. എനിക്ക് ഷാജോൻ ചേട്ടന്റെ ഒരു ശക്തി കുറഞ്ഞ പോലെ തോന്നുന്നു. ശക്തി കുറഞ്ഞ പോലെ തോന്നുന്നു. അത് ഈ തടി കുറഞ്ഞോണ്ട് തോന്നുന്നതാണോ? അല്ല, വെയിറ്റ് നിങ്ങൾ ജിമ്മിൽ പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചേട്ടന് ശക്തി. ഇതെന്നെ കൊട്ടി നോക്കുന്നേ. ഷാജോന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് പറിച്ചിട്ട് ആ പുറകെ കൊണ്ടുപോയി. പറ്റില്ല വേണ്ട, നമുക്ക് പിന്നെ ചെയ്യാം. വേറെ ആരെങ്കിലും ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊന്ന് കല്ലാണുള്ളത്. എന്റെ പരിപാടിക്ക് എന്തായാലും കല്ല് സ്റ്റേജ് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വലുത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ വന്ന കല്ലല്ല, ഇവിടെ മുളച്ചു. ആണോ? ഞാൻ പറയുന്നത് ഇത് ചേട്ടൻ ഒറ്റയ്ക്ക് പറിച്ചെടുത്ത് പുറകെ കൊണ്ടുവയ്ക്കാൻ പറ്റൂല. ഡയാനെ പറ്റൂല ഉറപ്പാണ്. അല്ല, വിഷു അതൊരു ബുദ്ധിമുട്ട് ആയിരിക്കില്ല. അല്ലല്ല, എന്ത് ബുദ്ധിമുട്ട്? ഡയാനൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് നോക്കട്ടെ. ഒരു സെക്കൻഡ്, ഡയാനെ മൈക്ക് കുടിച്ചു. രണ്ടുപേരും മൈക്ക് കുടിച്ചേ. അത് ഞാൻ ഷൂട്ട് ചെയ്യാം. ചിലപ്പം ഷാജോൻ ചേട്ടൻ ഈ കല്ല് ഒറ്റയ്ക്ക് പൊക്കി മാറ്റി എന്നുള്ളത് ചിലപ്പോൾ ഷാജോൻ ചേട്ടൻ ഇഷ്ടമല്ലാത്തവർ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഒരു തെളിവ് വേണം. നിന്റെ പേജിലൊക്കെ ഇടാൻ പറ്റും. നല്ലത്, കുഴപ്പമില്ല. ഒന്ന് പിടിച്ചേ, ഞാൻ ഒന്ന് വാമ്പ് ചെയ്തോട്ടെ. ഓക്കെ, സൂപ്പർ. ഓ യെസ്, ഞാൻ അപ്പുറത്ത് നിൽക്കാം. ഓക്കെ. എനിക്ക് സൂപ്പർ. എടുക്കുന്നുണ്ട്. ബാക്കിലോട്ട് കൊണ്ടുവച്ചോ ഷാൻ ചേട്ടാ. സൂപ്പറാ. അത് ബാക്കിലോട്ട് കൊണ്ടുവച്ചോ. സൂപ്പർ. അത് ബാക്കിലോട്ട് കൊണ്ടുവച്ചിട്ട് ഓടുക. ഓക്കെ, ബാക്കിൽ വെച്ചോ. അവിടെ ഇട്ടോ. ഓക്കെ. എന്തൊരു ബലമാണ്. അയ്യോ ചേട്ടാ, ഇത് തെലുങ്കിലെ നടൻ ബാലകൃഷ്ണയ്ക്ക് പോലും പറ്റാത്ത കാര്യമാണ് ചേട്ടൻ ഇപ്പൊ ചെയ്തേക്കുന്നത്. കഥക്കുന്നില്ല കേട്ടോ, കഥപ്പൊന്നുമില്ല. ഇല്ല, വേറെ ആൾക്കാരാണ് കഥച്ചേനെ. വേറെ ഞാൻ ഇന്നാളെ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ കഥച്ചിട്ടുണ്ടല്ലോ. സീറ്റ് വാ, അവിടെ വാ. അപ്പൊ നമുക്കിനി ഇവിടെ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നുമില്ല. കുറച്ച് നല്ല ചിൽ തമാശകൾ കേട്ടാസ്വദിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കടക്കുന്നു. ആൻഡ് വി ഹാവ് മനീഷ് മണി. ലെറ്റ്സ് വെൽക്കം ഹിം. Once again welcome മനീഷ് മണി. താങ്ക്സ്. ഹലോ. സുഖായിരിക്കുന്നോ? നല്ല സുഖം. അടിപൊളി. രമേശ് ചേട്ടാ. മനീഷിന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം എന്തോ പുതിയ ഐറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത്. മനീഷ് അങ്ങനെ തന്നെയാണ് അല്ലേ? അതെ. താങ്ക് യു. ഒരിക്കൽ ചേട്ടാ ഒരു മനീഷേ, ഓൾ ദി ബെസ്റ്റ്. തകർക്കപ്പോ ഒന്നും നോക്കണ്ട. താങ്ക് യു ചായ. പൊളിച്ചടിക്കുകയും. സൂപ്പർ. വിഷാരടി ബ്രോ, കഴിഞ്ഞ സീസൺ കഴിഞ്ഞോടുകൂടി ഞാൻ ശരിക്കും എൻ്റെ വീട്ടിലും എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലും അടിപൊളി സെലിബ്രിറ്റിയായി. അപ്പം ഞാൻ സ്വയം തീരുമാനിച്ചു എന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി എന്ത് ഷോ ചെയ്യണമെങ്കിലും ടിക്കറ്റ് വെച്ചേ ചെയ്യുള്ളൂ. ചീപ്പ് ഷൈനിങ് അല്ല, ടിക്കറ്റ് വെച്ചേ ചെയ്യുന്നുള്ളൂ. ഈ സാധനം ആയതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, അടിക്കത്തില്ല.
ഈ കൊറോണയെ കുറ്റം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. ഇപ്പൊ 1-ാം തരംഗം ഇല്ലെങ്കിൽ 3-ാം തരംഗത്തിലെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. കലാകാരന്മാർ പ്രത്യേകിച്ച് ഈ കൊറോണ കാരണം പ്രോഗ്രാം കിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയാറുണ്ട്. പക്ഷെ ഞാൻ കുറ്റം പറയത്തൊന്നുമില്ല. കാരണം 3-ാം തരംഗം കാരണം മാത്രം പ്രോഗ്രാം കിട്ടിയ ഒരാളാണ് ഞാൻ. സത്യം കിട്ടും. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമുണ്ട്. തൊഴാൻ പോലും എന്നെ കയറ്റാത്തതാണ്. പക്ഷേ പുതിയൊരു കമ്മിറ്റിക്കാർ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പ്രോഗ്രാം നടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ പ്രാവശ്യം അവർ പ്രോഗ്രാം നടത്തുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പഴയ കമ്മിറ്റിക്കാർ വെല്ലുവിളിച്ചത് നടക്കാൻ പോലുള്ളതാണ്. ഇവർ അനൗൺസും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 3-ാം തരംഗം തന്നെ. അപ്പോൾ ഈ 3-ാം തരംഗം വന്നതോടുകൂടി റെസ്ട്രിക്ഷൻസ് വന്നല്ലോ. അപ്പോഴത്തേക്കും അതിൽ പ്രധാനമായിട്ടും ആൾ കൂടാൻ പാടില്ല. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു. പ്രോഗ്രാം നടക്കുകയും വേണം, ആൾ കൂടാനും പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് എന്നെ വിളിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ പോയി മണാന്ന് ചെയ്ത് ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത്. സാധാരണ നമ്മൾ പരിപാടി കഴിക്കുമ്പോൾ തുടക്കത്തിൽ ആളുകളുണ്ടാവും, പിന്നെ ഇല്ലാണ്ട് ആയി പോകും. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ആളുകളില്ല, ആരോ ഒന്നുമില്ല. അത് എന്ത് ഡിഫറൻറ്റ് ഫീലാണ് അറിയാം. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്തും അല്ലെങ്കിൽ കൊറോണ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും എൻ്റെ പരിപാടി ഫുഡ് കഴിക്കുക, സിനിമ കാണുക, OTT കാണുക, വെബ് സീരീസ് കാണുക, ഫുഡ് വ്ളോഗ് കാണുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവസാനം എനിക്ക് കൺഫ്യൂഷനായി, ഫുഡ് ഏതാ സിനിമ ഏതാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഫുഡ് വ്ളോഗർ ആവാൻ താല്പര്യമാണ്. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം സിനിമാക്കാരനാവുക എന്നുള്ള. കാരണം സിനിമാക്കാർക്ക് പ്രത്യേക തരം പ്രിവിലേജ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നിക്കർ കാണിക്കുകയാണെങ്കിൽ അത് ആഭാസമാണ്. പക്ഷെ ദിലീഷ് പോത്തൻ നിക്കർ കാണിക്കുവാണെങ്കിൽ ബ്രില്യൻസാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതുപോലെയാണ് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണവും ഈ മീഡിയയും സിനിമയൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. ഉദാഹരണത്തിന് OTT-ൽ എല്ലാവരും വെബ് സീരീസ് കാണാനല്ലേ. ശരിക്കും വെബ് സീരീസിൻ്റെ ഐഡിയ എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? കൊച്ചു പിള്ളേർക്ക് ഏത്തപ്പഴം കൊടുക്കുന്നതിൽ നിന്നാണ് വെബ് സീരീസ് ഉണ്ടായത്. ഞാൻ പറഞ്ഞുതരാം. കൊച്ചു പിള്ളേർക്ക് 2 പഴം ഫുള്ളായിട്ട് പുഴുങ്ങി അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ കുറച്ച് മടിക്കും. പക്ഷേ പീസായിട്ട് ഇട്ട് കൊടുത്ത് നോക്കി മണാന്നടിക്കും. അതുപോലെ തന്നെയല്ലേ OTT-ൽ ഒരു ഫുള്ള് 3 മണിക്കൂർ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ല. പക്ഷെ അത് 3/4 മണിക്കൂറിലെ 10 എപ്പിസോഡായിട്ട് അങ്ങ് ഇട്ട് വെബ് സീരീസ് ഒക്കെ നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്ത് കളയും. ശരിയല്ലേ? ഇത് തന്നെയാണ് പറയുന്നത്. ഇതുമായിട്ട് ഫുഡുമായിട്ട് ബന്ധമാണ്. അതുപോലെയാണ് നമ്മൾ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു തട്ടുകട കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ അത് ആഷിഖ് കപൂർ പ്രൊഡ്യൂസ് ചെയ്ത് ശ്യാം പുഷ്കർ സ്ക്രിപ്റ്റ് ചെയ്ത് ദിലീഷ് പോത്തൻ ചെയ്ത ഒരു ന്യൂ ജനറേഷൻ സിനിമ പോലെ തോന്നും. കാരണം നമ്മളവിടെ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അവർ മുന്നോട്ട് വെക്കുന്ന ഫുഡ്, ദോശയും വെക്കും, ബീഫും വെക്കും. എന്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാണ് ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ കൈ കഴുകുന്ന സ്ഥലം മുതൽ പാത്രം കഴുകുന്ന സ്ഥലം വരെ ബ്രില്യൻസുകളുടെ ബഹള. കുറച്ച് പുകയൊക്കെ ഉണ്ടെങ്കിലും വലിയ തുകയില്ലാണ്ട് നല്ല സാധനങ്ങൾ വെക്കും. പിന്നെ ഈ കൊറോണ കാലത്ത് നമ്മൾക്ക് ഉണ്ടായൊരു സ്വഭാവമാണ് നമ്മൾ സ്വിഗ്ഗിയിലും അല്ലെങ്കിൽ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളത്. ഈ ഓൺലൈനിൽ നമ്മൾ വല്ല കൊഴുക്കട്ടയോ അടയോ മോമോസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിസ്ജോയുടെ സിനിമ പോലെ ഓർമ്മ വരും. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ മെസ്സേജുകൾ ഇങ്ങനെ വന്നു കൊടുക്കും. പിന്നെ നമുക്ക് കൊണ്ട് തരുന്നതായാലും ഒരു നന്മ മരായിരിക്കും, ഒരു ചിരിച്ച് നല്ല നിഷ്കളങ്കനായൊരു പുള്ളി ആയിരിക്കും കൊണ്ട് തരുന്നത്. ആ പുള്ളി തന്ന സാധനം നമ്മൾ ഫുഡ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കൊഴുക്കട്ടയാവട്ടെ അടയാവട്ടെ മോമോസ് ആവട്ടെ അത് ചുമ്മാ ഇങ്ങനെ തിന്നാതെ അതൊന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാം നല്ലതാ മക്കളെ. പിന്നെ പറയുവാണെങ്കിൽ ഈ കുഴിമന്തി ഇപ്പോഴാണ് പ്രചാരത്തിലായത്. അതൊരു 5 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഈ ഫുഡ് വ്ളോഗ് ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഈ കുഴിമന്തി കഴിക്കാൻ പോയി. അവിടെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും കുഴിമന്തി കഴിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കത് ജിത്തു ജോസിൻ്റെ ഒരു ഹോട്ടൽ പോലെ തോന്നി. കാരണം എല്ലാം ഒരു വല്ലാത്തൊരു സസ്പെൻസാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫുഡ് പ്രതീക്ഷിക്കണേ എവിടുന്നാണ്? അടുക്കളയിലെ അടുപ്പിൻ്റെ മോളിൽ നിന്നാണ്. ഞാനിങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ഈ കടക്കാരൻ പറയാം താഴ്ത്തു നോക്കാൻ. നോക്കുമ്പോൾ വലിയൊരു കുഴി. ആ കുഴിയിൽ ഫുഡ് കുഴിച്ചിട്ട് കുഴി മാന്തി എടുക്കണം. ശരിക്കും കുഴിമാന്തി എന്നാണ് പേര് വേണ്ടേ, കുഴി മന്തി എന്നാണ്. അവിടെ ഒരു എലി ചത്ത് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ് ഫുഡ് ബ്ലോഗർ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാം കേട്ടോ എന്തൊക്കെ സംഭവിച്ചെന്ന് വെച്ചപ്പോൾ മറ്റേ പുള്ളി എന്നോട് പറയാം ഞങ്ങളുടെ ഹോട്ടലിനെ ശിഥിലമാക്കാൻ പറ്റുന്ന ഒരു അതിഥി വന്നു, അത് തിരിച്ചു വരാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ അയച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് ബ്ലോഗറാണ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എയർ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളി വീണ്ടും പറയാം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ഇനിയിപ്പോൾ ഈ ഹോട്ടലൊക്കെ വിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് വരുവാണ്. ഈ ആർഭാടപരമായ കല്യാണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രാജമൗലിയുടെ ബാഹുബലിയൊക്കെ പോലെ തോന്നും. കാരണം അതിൻ്റെ പ്രൊഡ്യൂസറും ഈ പെണ്ണിൻ്റെ അച്ഛനും ഏകദേശം ഒരേപോലെ എത്ര കോടി മുടക്കണമെന്ന് പറഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുക. അതുമാത്രമല്ല വെറുതെ കുറെ പെൺപിള്ളേർ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, പിന്നെ ജിബ് ഡ്രോണ് ട്രാക്ക് ആൻഡ് ട്രോളിയുടെ ബഹള. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ സാബൂസുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണോ, വലിയൊരു ആടിനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മളിങ്ങനെ അന്തം വിട്ടേക്കുമ്പോഴത്തേക്കും വെയിറ്റർ ഒരു കത്തി എന്നിട്ട് പറയും കട്ടപ്പ ആയിക്കോളാൻ പറയും, എന്നാ എൻ്റെ ബാക്കിൽ നിന്ന് കുത്തിയിട്ട് തിന്നോളാം. പിന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നും കല്യാണ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്കതിനെ എൻ്റെ വീട്ടിലേക്ക് വരാം. എൻ്റെ വീട്ടിലെ വൈഫ് ശരിക്കും കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡ് കുക്ക് ചെയ്യുന്നത് മലയാളത്തിലൊരു ബിഗ് ബജറ്റ് ചിത്രം പിടിക്കുന്ന പോലെയാണ്. എന്നാന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ചയാണ് കുക്കെങ്കിൽ ഈ ശനിയാഴ്ച അനൗൺസ് ചെയ്യും വരുന്നു, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ബുധനാഴ്ച ആകുമ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും, സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ്. ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടീസർ വരും, തലേ ദിവസം വെക്കുന്ന വിസിൽ. ഞായറാഴ്ച രാവിലെ ഞാൻ ഫാൻ ഷോ കാണുന്ന പോലെ ഇങ്ങനെ അവൾ കൊണ്ട് നീ ഫുഡ് റിലീസ് ചെയ്യും. ഞാനിതിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തിന്നുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് എതിർ ഫാൻസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ, അതായത് അവളുടെ അമ്മായിയമ്മ. സത്യം പറയടാ എങ്ങനെയുണ്ടാ ഫാൻസായി പോയില്ലേ, അമിത പ്രതീക്ഷ ഇല്ലാതെ തിന്നു കഴിഞ്ഞാൽ തിന്നിരിക്കാം. എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5.
വെട്ടിയിട്ട് വായത്തണ്ട് പോലെ കിടക്കുന്ന ഈ ചിക്കൻ കറി ഞാനും എൻ്റെ പിള്ളേരും വേറെ നിവൃത്തിയില്ലാണ്ട് തിന്നുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വൈഫ് അവിടെ നിന്ന് വിളിച്ചു പറയാ, എടീ ഈ പ്രാവശ്യത്തെ കുക്കിംഗ് പൊളിച്ച് ഫാമിലി ഏറ്റെടുത്തുന്നു. പിന്നെ എനിക്ക് ഇത് വീട്ടിലെ ബിരിയാണി, ശരിക്കുള്ള ബിരിയാണി കിട്ടുമ്പോഴുണ്ടല്ലോ എനിക്ക് അമൽ നീരദിന്റെ സിനിമ ഓർമ്മ വരും. ഒരു നറുനെയ്യിൽ ഉണ്ടാക്കിയ ഫുൾ കോഴി ബിരിയാണി കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ മെല്ലെ റൈസ് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും ആദ്യം കാല് കാണും, അതിനുശേഷം മസിൽ കാണും, പിന്നെ നമ്മൾ സൈഡിട്ട് മാറ്റുമ്പോഴത്തേക്കും മിക്ക ബിരിയാണിയിലും ഉണ്ടാവും ഈ അമൽ നീരദിന്റെ എല്ലാ പടത്തിലുള്ള പോലെ ജിനു ജോസഫ് വെളുത്തൊരു മുട്ട അവിടെ ഇരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇത് സ്പീഡിൽ തിന്നാൻ പറ്റത്തില്ല, നമ്മൾ പയ്യെ തിന്ന് അവസാനം നായകനെ ഇവനെ പോലെ സ്ലോ മോഷനിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇതിപ്പോഴൊന്നുമല്ല പ്രശ്നം. ആർത്തിമൂത്ത് ഫുൾ കോൺഫിഡൻസോടെ ഈ ഫുൾ ബിരിയാണി നമ്മൾ കയറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ആ പടത്തിലെ ഡയലോഗ് ശരിക്കും ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. മനീഷ് ബ്രോ നന്നായിരുന്നു. താങ്ക് യു. നമുക്കിനി അവരുടെ അഭിപ്രായം എന്താണെന്നറിയാം. ചേട്ടാ മനീഷ് ഭായ് ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനീഷ് പറയുന്ന കഥകളിൽ ഒരുപാട് പേര് എന്റെയും ഷാൻചന്റെ ഒക്കെ സുഹൃത്തുക്കളാണ്, നമുക്ക് എല്ലാവരെയൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഈ ഹിന്ദി അവാർഡ് നൈറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഹിന്ദി അവാർഡ് നൈറ്റിലൊക്കെ അവരുടെ ഒരു സെൽഫ് ട്രോളുകൾ, അവരുടെ അവാർഡ് നൈറ്റിൽ എല്ലാ സിനിമകളെയും അവരെ ഓരോ വലിയ താരങ്ങൾ തന്നെ അവരുടെ മുൻ വർഷത്തെ പരാജയ ചിത്രങ്ങളെയൊക്കെ വെച്ചിട്ടാണ് സ്കിറ്റുകൾ ഉണ്ടാക്കുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചാർത്തി കിട്ടുന്ന കുറെ പട്ടങ്ങളുണ്ട്. എപ്പോഴും എല്ലാ പടങ്ങളും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ തലയിലായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ തലയിൽ വെച്ച് തരും. നാട്ടുകാരൊക്കെ കൂടെ ഇത് നീ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് വെച്ച് തരും. അങ്ങനെയുള്ള ഒരു ഏരിയ കൂടെയാണ് നിങ്ങൾ പോയത്. നിങ്ങൾ എന്ത് രസമായിട്ടാണ് ഈ ഭക്ഷണവുമായിട്ട് ചേർത്ത് സിനിമകളെ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, കുറെ സ്ഥലങ്ങള് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മനീഷേ ഉഗ്രനായിരുന്നു മനീഷ്. കാര്യം നല്ലൊരു തോട്ടം, ഒരു ഫ്രഷ് പരിപാടിയായത്. താങ്കളുടെ ഈ പെർഫോമൻസ് ഒരു ട്രോളിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ട്രോളിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം അങ്ങനെ എല്ലാവരും നമുക്ക് ട്രോളാൻ പറ്റില്ല. അത് ജനങ്ങളുടെ മനസ്സിൽ ഉള്ളവരെ മാത്രമേ അവരെ വെച്ച് നമുക്ക് ട്രോൾ ചെയ്യാൻ പറ്റൂ. എന്നാലും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, അവരത് എൻജോയ് ചെയ്യുള്ളൂ. എല്ലാം നല്ല തമാശകളായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവന് അവസരം കിട്ടൂല. കലക്കി മനീഷ, കലക്കി. ഓക്കെ, അപ്പൊ ചേട്ടന്മാര് പറഞ്ഞോളെ തന്നെ കലക്കി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അവസരങ്ങൾ കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മനീഷ് മണിയുടെ ഒരു രസകരമായ പെർഫോമൻസിന് ശേഷം നമ്മളുടെ അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എത്തുന്നത് പുത്തും എന്തൊക്കെ കാണിക്കുന്നത്. എവിടെ സാധനം? എവിടെ അവിടെ കാണില്ല, സാധനം കാണില്ല. ആഹാ, തമാശ കളിയാ. മാഡം, we are from Indian Railway Act. See, Mr. Officer, I have already told you that this is not going to happen. You people, you officers cannot interrupt our show just like this. ഞാൻ You understand? പറഞ്ഞല്ലോ, You ഒരു understand? വെല്ലിച്ചനോടൊന്നും ഇങ്ങനെ പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ തുടങ്ങുമ്പോ ഇങ്ങനെയൊക്കെ തുടങ്ങും, പിന്നെ ഞങ്ങൾ കീഴടങ്ങും. ഇവിടെ ഉണ്ടായിരുന്ന കുറ്റി എവിടെ? എന്താ സംഭവം? എന്താ? നമസ്കാരം. ശ്രദ്ധിച്ചില്ല, ഇവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നേ, അപ്പൊ കാണാനില്ല. അത് കാണാല്ലോ. ഒരു കല്ല് അത് ഞാൻ പുഷ്പം പോലെ എടുത്ത് അവിടെ കൊണ്ടിട്ടുണ്ട്. ഞാനെടുത്ത് അപ്പുറത്ത് കൊണ്ടിട്ടുണ്ട്. മാറ്റിയിട്ടല്ലേ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം എടുത്ത്. ആണോ? പുള്ളി ഒറ്റയ്ക്കാ. ഞങ്ങള് നോക്കി, ഞാൻ എന്തോരം വേണ്ട. അല്ല, ഇവിടെ അങ്ങനെ പലരും പലരും കല്ലെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പലരും മാറ്റി കഴിഞ്ഞിട്ട് പലരും കുറ്റം ചാരാറുണ്ട്. ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയാതെ. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ വെറുതെ ഒന്നല്ല ജിമ്മിൽ പോകുന്നതുകൊണ്ട് മസിൽ തൊട്ട് നോക്കണം. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടിട്ടേക്കുന്നത്. ഇനിയുണ്ടോ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ പറഞ്ഞോ, കണ്ടാ ഞാൻ എടുത്ത് മാറ്റി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വി ആർ കമ്മിങ് ഫ്രം ഇന്ത്യൻ റെയിൽവേ. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വരും. ആ കല്ലൂടെ വച്ചില്ലെങ്കിൽ വിവരം അറിയും. പണി കിട്ടും. 8ന്റെ പണി, 16ന്റെ പണി, 32ന്റെ പണി, 64ന്റെ പണി കൊടുക്കാൻ ഞങ്ങളെ പോലെ വേറെ ആരുമില്ലേ. എന്താണ് ഇന്ത്യൻ റെയിൽവേ പണി? കഴിഞ്ഞ തവണ ഫസ്റ്റ് കിട്ടിയ സ്റ്റാൻഡപ്പ് കോമഡിമാരാ. ചേട്ടൻ പേടിച്ചിട്ടോ കോമഡി. ഇപ്പൊ നമ്മള് കോട്ട് കൊടുക്കുന്നില്ല, ചില ആൾക്കാർക്ക് മാത്രം. അവസരം കൊടുക്കുക. അതെ, എന്നാ പിന്നെ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. വി ഹാവ് പ്രവീൺ. നമസ്കാരം പ്രവീൺ, സ്വാഗതം. എവിടുന്നാ വരുന്നത്? ഞാൻ കാട്ടുകട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എന്ത് ചെയ്യുന്നു?
ഞാൻ റിസോർട്ടിലാണ് ജോലി റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നത്. ചെയ്യുന്നത്. അതെ ഓക്കെ, രമേശ് ചേട്ടാ? റിസോർട്ട് ജോലികൾ കോവിഡാനന്തരം വീണ്ടും ശക്തമായി എന്ന് കേൾക്കുന്നത് ശരിയാണോ? അതെ. കാരണം ആൾക്കാർക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനമായിട്ട് ഒരുപാട് പേര് റിസോർട്ടുകളിൽ ചെന്ന് താമസിക്കുന്നുണ്ടല്ലേ? ഓക്കെ. എന്നാലും പ്രവീണിന്റെ ആ ഒരു പ്രസൻസിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആ പ്രസന്റേഷനിൽ വരട്ടെ. നല്ല ഗംഭീരമായിട്ട് ചെയ്യും. ചാള വറക്കാൻ വേണ്ടി വരഞ്ഞ് മസാല വരട്ടി പോലത്തെ ജീൻസാണ്. വറുത്താ മതി ബാക്കി കേട്ടാ. അവിടെ പൊരിച്ചു Seafood ഒക്കെ അവിടെ നല്ല കിട്ടും അല്ലേ? നല്ല seafood ഒക്കെ കിട്ടുമായിരിക്കും പിന്നെ അല്ലേ? എല്ലാ സാധനവും ഉണ്ട്. ശരി, അപ്പൊ ഇന്ന് നമുക്ക് പ്രവീണിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. Let's enjoy. ഹായ്, നമസ്കാരം. എൻ്റെ ഒരു പ്രവീൺ. ഞാനൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും എനിക്ക് നല്ല ആർട്ട് കിട്ടും. ചില സ്ഥലങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ കൊട്ടും കിട്ടാറുണ്ട്. അപ്പം ഞാൻ പേര് മാറ്റും, കൊട്ടിസ്റ്റ് എന്നാക്കും. ഞാൻ പിന്നെ പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ആൾക്കാർ നമ്മളെ കൊട്ടാറ്. ഇപ്പം ആലപ്പുഴയിലൊക്കെ പ്രോഗ്രാമിന് പോയാൽ അവിടെ നമ്മളെ മുളക്കിട്ടാണ് കൊട്ടാറ്. കാരണം ആലപ്പുഴയിൽ ഏറ്റവും കൂടുതലുള്ള സാധനം മുളയാണ്. അതുപോലെ കുമരക ഏരിയയിലൊക്കെ പ്രോഗ്രാമിന് പോയാൽ അവിടെ തുഴ വെച്ചിട്ടാണ് കൊട്ടാറ്. കാരണം വെള്ളവും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. പിന്നെ ചെല്ലാനം മർത്തിങ്കയിലൊക്കെ പരിപാടിക്ക് പോയി പൊളിഞ്ഞു കഴിഞ്ഞാൽ പങ്കായത്തിന് കൊട്ട് കിട്ടും. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാവരും 3000 രൂപ 4000 രൂപയൊക്കെ കൊടുത്ത് ടാറ്റു സെന്ററിൽ പോയി ടാറ്റു അടിക്കുന്നവരല്ലേ. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എൻ്റെ മുതുകൊന്ന് നോക്കിയാൽ മതി. ടാറ്റു പരുവത്തിലാണ് ആൾക്കാർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വരുന്ന മിമിക്രി എന്നാണ്. മിമിക്രി എന്ന് പറയുമ്പോൾ എല്ലാവരും സിനിമാക്കാർ, രാഷ്ട്രീയക്കാരുടെയൊക്കെ ശബ്ദമല്ലേ ചെയ്യണം. ഞാനതൊന്നും ചെയ്യാറില്ല. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളുടെയൊക്കെ ശബ്ദമാണ് ചെയ്യണം. ഉദാഹരണത്തിന് കോഴി കുരവിടുക, മൈന മൂക്കിയിട്ടുക, തത്ത തെറി പറയുക, അങ്ങനെയുള്ള വ്യത്യസ്തമായ ഐറ്റമൊക്കെയാണ് കേട്ടോ ഞാൻ വേദികളിൽ ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും കിട്ടാറുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ എന്നെ വിളിച്ച്, കഷ്ടകാലത്തിന് അവർ വിളിച്ചതാണ്. ഞാനവിടെ പോയി എൻ്റെ വ്യത്യസ്തമായ 1-2 ഐറ്റം പെർഫോമൻസ് ചെയ്തതും അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ മാലപ്പടക്കം പൊട്ടർ പോലെ കൈയടിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കൈയടി കിട്ടണതേ. ഞാൻ പരിപാടി അവസാനിപ്പിച്ച് സ്റ്റേജിൻ്റെ പുറകെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, അളിയാ നീ കണ്ടായിരുന്നാ ഭയങ്കര കൈയടിയാണ് എനിക്ക് കിട്ടിയെന്ന്. പറഞ്ഞു തീരേണ്ട താമസം പറയണേ, നിന്റെ പരിപാടി കണ്ട് കൈയടിച്ചോന്നല്ലടാ, നിന്റെ പരിപാടി കണ്ട കുരുപൊട്ടി ഒരുത്തൻ പരിപാടി കഴിഞ്ഞ് പടക്കം കത്തിച്ചു വിടാനുള്ള പരിപാടി ഇടക്ക് കത്തിച്ചു വിട്ടാണെന്ന്. പടക്കം പൊട്ടുന്നതാണ്ടായിട്ടാ കയ്യടിയായിട്ട് തോന്നിയത്. അപ്പോൾ ഒരു 3 ആൾക്കാർ കമ്മിറ്റിക്കാരെൻ്റെ നേരെ വന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞതേ നിന്നെ പൊന്നാട അണിക്കാൻ 3 പേര് തന്നെ ഉണ്ടെന്ന്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പൊന്നാട അണിക്കാൻ വന്നാണല്ലേ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ എൻ്റെ കൊരവള്ളിക്ക് പിടിച്ച് പൊക്കിയെടുത്തിട്ട് പറയണേ, പൊന്നാട അണിക്കാൻ വന്നുള്ള പൊന്നുപോലെ നിന്നെ പൊങ്കാല ഇടാൻ വന്നാണെന്ന്. ഇനി മേല നീ സ്റ്റേജിൽ കയറി പരിപാടി കാണിച്ചാൽ കയ്യും കാലും തല്ലി ഓടിക്കുന്നു. കയ്യും കാലം നമുക്ക് വേണ്ടപ്പെട്ടൊരു സാധനം ആയതുകൊണ്ട് മിമിക്രി തൽക്കാലം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ച്. അങ്ങനെ വീട്ടിലിരിക്കണ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കിടിലം മെഗാ ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പരിപാടി കാണാൻ പോയി. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കിടിലം മെഗാ ഷോ കാണുന്നത്. അതിലൊരു ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്നേക്ക് ഡാൻസ്. ഒരു പുള്ളിക്കൊരം വലിയൊരു പെരുമ്പാമ്പുമായിട്ട് വന്നിട്ടേ ഇതിന് ഉമ്മ കൊടുക്കണ്, ഇതിനെ കഴുത്തേലിടണ്, അതുപോലെ ഇതിനെ പോക്കറ്റിലിടണ്, പാനിനകത്ത് ഇടണ്, ഷർട്ടിനകത്ത് ഇടണ്. ഇതൊക്കെ കണ്ടപ്പോൾ എന്നെ കലാകാരനങ്ങോട്ട് ഉത്തേജിച്ച് എനിക്കെന്താ ഇത് ചെയ്യാതെ ഞാൻ നേരെ വീട്ടിൽ പോയി വീണ്ടും പുറകിലെ പൊട്ടക്കുളത്തിൽ നിന്ന് ഞാനും പിടിച്ചൊരു പാമ്പിനെ. എന്നിട്ട് ഈ പാമ്പിനെ എടുത്തിട്ട് ഞാൻ ഉമ്മ കൊടുത്ത്. പാമ്പ് സഹകരിച്ചു കേട്ടാ. പാമ്പിനെ എടുത്ത് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട്, അപ്പോഴും പാമ്പ് സഹകരിച്ചു കേട്ടാ. പിന്നെ ഈ പാമ്പിനെ എടുത്തിട്ടുണ്ടല്ല ഷർട്ടിനകത്തിട്ട്, അപ്പോഴും പാമ്പ് പക്കയായിട്ട് സഹകരിച്ച്. ലാസ്റ്റ് ഈ പാമ്പിനെ എടുത്തിട്ട് ഞാൻ പാനിനകത്ത് വിട്ട്, അപ്പോഴും പാമ്പ് സഹകരിച്ച്. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർമാർ സഹകരിച്ചിട്ടാണ് പാമ്പിന്റെ പിടിച്ചത്. സത്യം പറഞ്ഞാൽ 8 ആഴ്ച ട്രിപ്പിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതോടുകൂടി ഞാൻ ഈ കലാ ഫീൽഡിനോട് വിട പറഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിൽ എല്ലാവരെയും പോലെ ബജ്ജിയും കഴിച്ച് പബ്ജിയും കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്രത്തിലൊരു പരസ്യം കണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടെന്ന്. ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുകയായിരുന്നേ. അപ്പോൾ കിട്ടിയൊരു ജോലി ആയതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴേ എൻ്റെ ബോസ് എനിക്കൊരു ടൈ കെട്ടി തന്നു. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ബോസ് ഈ ടൈ കെട്ടണത്? സത്യം പറഞ്ഞാൽ ഈ ടൈ എന്തിനാണ് കെട്ടണമെന്ന് ബോസിനും അറിയാൻ മേല, ഈ കെട്ടിയ എനിക്കും അറിയാൻ മേല. അല്ല, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് എൻ്റെ അപ്പൂപ്പൻ ഇതുപോലൊരു ടൈ കെട്ടുമായിരുന്നേ. പുള്ളി മുണ്ടുടുക്കുന്നതിന് മുമ്പാണ് ഈ സാധനം കെട്ടണത്. പുള്ളി ഇതൊക്കെ കെട്ടിയിട്ട് മുണ്ടും മടക്കി കുത്തി പാടത്ത് പണിയെടുക്കുമ്പോൾ ഞാൻ കളിയാക്കും, നാണയില്ലേ അപ്പൂപ്പ ഇതുപോലൊക്കെ ഇട്ടുണ്ട് പാടത്ത് പണിയെടുക്കാനെന്ന്. അപ്പം അപ്പൂപ്പൻ പറയും, വലുതാകുമ്പോൾ നീയും കെട്ടുവാടാ ഇതുപോലെ ഓർണമെന്ന്. പക്ഷെ അന്ന് അപ്പൂപ്പൻ അരയെ കെട്ടിയ സാധനം എനിക്ക് എൻ്റെ കഴുത്തെ കെട്ടേണ്ടി വരുമെന്ന് ജന്മത്തിൽ ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ജോലിയൊക്കെ റെഡിയായി, എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫീൽഡിലായിട്ട് ഇറങ്ങി. ഞാനൊരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടാ. ഞാൻ ചേച്ചീനെ കണ്ടപ്പോഴേ അവിടെ നിന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. പറഞ്ഞു തീരേണ്ട താമസം ചേച്ചി വീട്ടിലെ പട്ടീനെ അയച്ചു വിട്ട്. പട്ടി എൻ്റെ ശരീരത്തുള്ള ഒരുമാതിരിപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ ഒരുവിധം തീരുമാനമാക്കി. അപ്പോഴും ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ചേച്ചി എന്തിനാണ് ഈ പട്ടീനെ അയച്ചു വിട്ടത്? ഈ പട്ടി എന്തിനാണ് എന്നെ കടിച്ചത്? ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് അത്ര മോശം വാക്കാണോ? എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മരം എന്ന് പറയുന്നത് പട്ടിയാണ്. കാരണം
ചായയുടെയും കടിയുടെയും ഒക്കെ വില ദിനം പ്രതി കൂടുമല്ലേ, പക്ഷെ പട്ടിയുടെ കടി അന്നും ഇന്നും എന്നും തികച്ചും സൗജന്യമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. നമുക്ക് ചേട്ടന്മാർക്ക് എന്താ പറയുന്നതെന്ന് കേൾക്കാം. പ്രവീൺ, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പെർഫോം? ആദ്യമായിട്ടാണ്. പക്ഷെ അതൊരിക്കലും പറയില്ല കേട്ടോ. പറയില്ല, അതെ. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു ഡൗട്ട് വരികയോ അങ്ങനെ എന്താണ് ഒരു അടുത്ത് എന്താണ് പറയേണ്ടെന്നൊരു തപ്പലോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തതാണ്. പിന്നെ അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് അതല്ല, ഈ ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചപ്പം നന്നായിട്ട് കൈയിടി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ തുഴക്കടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിഷുവിനെ നോക്കിയിട്ട് പറഞ്ഞു. അതെന്താണോ എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇവൻ അതിനിടെ പറഞ്ഞു ഇവരൊരു നാട്ടിൽ പോയപ്പോ ഇവന് അതുവരെ അതുപോലെ ഒരു മെഗാ ഷോ കണ്ടിട്ടില്ല, അത്രയും നല്ല ഷോ കണ്ടിട്ടില്ലെന്ന്. ഞങ്ങളുടെ ഷോ ആയിരുന്നു അവന്റെ നാട്ടിൽ. അതുകൊണ്ടായിരിക്കും തുഴക്കടി സമയത്ത് ലുക്ക് വിടായിരുന്നു. അല്ല, എനിക്ക് എന്നെ കുത്തിരി പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയിട്ടേ, റിയൽ ലൈഫ് സ്റ്റോറീസ് അത് മാത്രം ഞാൻ VSH സൗണ്ട് എടുത്തു. അത് മാത്രം പാമ്പില്ല VSH സൗണ്ട് എടുത്തിട്ടേ കമ്മറ്റിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, മോനെ നീയല്ലേ ഇപ്പം ശബ്ദം കാണിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞ ആണ് സാറേ. എന്റെ കുത്തിന് പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇനി സ്റ്റേജിൽ കയറി ഇമാതിരി പരിപാടി കാണിക്കരുതെന്ന്, വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞു. ലൈവിൽ സംഭവിച്ചതാണ്. അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ടുണ്ടാവും. ഞങ്ങൾ പണ്ട് കർട്ടന്റെ ബാക്കിൽ നിഴല് കാണിക്കുമായിരുന്നു. ഷാഡോ എന്ന് പറയുന്ന അത് മിമിക്സ് ഗാനമേള നടക്കും. അപ്പൊ മിമിക്സ് ഗാനമേള നടക്കുമ്പം ഭക്തിഗാനമാണ് ആദ്യം, മതസൗഹാർദ്ദ ഗാനം ആദ്യം. 1000 എന്നൊക്കെ പറയുമ്പോൾ ബാക്കിൽ നിഴല് വെച്ചിട്ട് വെള്ള കർട്ടനിൽ ഒരാൾ ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്ന നിഴല് വരും. അത് നിഴലാണല്ലോ, ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ച് വെള്ള കർട്ടൻ ഇതിന്റെ. അത് കഴിഞ്ഞാൽ ഒരു അയ്യപ്പൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കർത്താവ് കുരിശ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ 3 മതസൗഹാർദ്ദ ഗാനങ്ങളുടെ പാട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കില്ല, സ്റ്റേജിന്റെ ലൈറ്റ് ഓഫ് ആകുമ്പോൾ വെള്ള കർട്ടന് ഈ നിഴല് വരും. ഈ സ്റ്റേജിന്റെ ലൈറ്റ് ഓഫ് ആവും, ബാക്കിൽ ലൈറ്റ് ഓൺ ആവുമ്പോൾ നിഴല് കണ്ടു, ബാക്കിൽ ലൈറ്റ് ഓഫ് ആവും, സ്റ്റേജിൽ ലൈറ്റ് ഓൺ ആവും. ഇതിന് കറക്റ്റ് ഒരു സമയമുണ്ട്. അയ്യപ്പനെ കാണിച്ചു കഴിഞ്ഞു, അയ്യപ്പനെ കാണിച്ച് അടുത്ത പാട്ടിലോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇവൻ ലൈറ്റ് തിരിച്ചപ്പോൾ മാറിപ്പോയിട്ട് പിന്നെ സ്റ്റേജിലെ ലൈറ്റ് ഓഫ് ആയിട്ട് അപ്പുറത്തെ ലൈറ്റ് വേണം. അപ്പൊ സ്റ്റൂളുമായിട്ട് അയ്യപ്പൻ നിൽക്കുന്ന ഇരുന്ന സ്റ്റൂളുമായിട്ട് തെളിഞ്ഞു വന്ന അപ്പൊ തന്നെ 3 കമ്മിറ്റിക്കാർ പറയുന്നത് ആരടാന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അത് വേറൊരു ദൈവമാണ്, വേറൊരു ദൈവം. അപ്പൊ അവർക്ക് ഒന്ന് കണ്ടല്ലേ ഉള്ളൂ, അവർക്ക് മനസ്സിലായില്ല അങ്ങനത്തെ സാധനമായിരുന്നു, അത് അങ്ങനെയാണ്, വേറെ ഗ്രീക്ക് ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ അന്ന് ഇതുപോലെ കിട്ടിയേനെ. ഒരു പള്ളിയിൽ പണ്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ പ്രോഗ്രാമിന് ഇങ്ങനെ നോട്ടീസ് എടുത്ത് വായിക്കുമല്ലോ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു എന്നൊക്കെ. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പ് 7 മുതൽ 8 വരെ ചൈനീസ് ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു നോട്ടീസിൽ. അപ്പൊ ഞാനും ഇത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വെടിയും പോകാൻ സെറ്റപ്പ് ആണല്ലോ. ചൈനീസ് വെടിക്കെട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പള്ളിയിലെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, പറഞ്ഞു നമ്മളും ചെയ്തിട്ടില്ല, നമ്മളത് ഒരു പുള്ളി അത് ഇവിടുത്തുകാരനല്ല, ബോംബെന്ന് വന്ന ആളാ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വേറെ സൈസ് പിടിക്കട്ട. നമ്മൾ അപ്പുറത്തെ പള്ളിയിലൊക്കെ ഭയങ്കര കൊടവിരിയിലൊക്കെ ഈ പുള്ളി പറഞ്ഞേക്കണത് വേറെ ഐറ്റം ആണെന്നാണ് സാധനങ്ങളാന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സ്വിഫ്റ്റ് കാറിൽ ഒരുത്തം വന്നേക്കുവാ, ഒരു DJ-യുടെ ഫിഗറുള്ള ആള്, മുടിയൊക്കെ ചെമ്പിപ്പിച്ചിട്ട് പീറ്റർ ഹെയിന്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരില്ലേ അതുപോലത്തെ ഒരാളാണ് ചൈനീസ് വെടിക്കെട്ട് നടത്താൻ വന്നേക്കുന്നത്. പക്ഷെ ഇവൻ മലയാളിയാ. ഇവൻ ആളെ പേടിപ്പിക്കാൻ വേണ്ടി മുടിയൊക്കെ കളർ ചെയ്തേക്കുന്ന. എന്നിട്ട് ഇവന് തീപ്പെട്ടിയുടെ പരിപാടി, ഇവന് കറണ്ട് കണക്ഷനാ കംപ്ലീറ്റ്. എന്നിട്ട് ഇത്രയുള്ള 3-4 പെട്ടിന്ന് വയറൊക്കെ എടുത്ത് പിരിച്ച് സാധനം. അപ്പൊ ഭയങ്കര ബിൽഡപ്പ്. ഞാനും ഇത് കണ്ടിട്ടില്ല. അപ്പൊ ഈ കമ്മിറ്റിക്കാരൻ ചോദിക്കുന്നുണ്ട് ഇത്ര ഉള്ളോ സാധനമുണ്ട് ഇതിനകത്തുനിന്ന് വരുമെന്ന് പറഞ്ഞൊരു പെട്ടിയുടെ അറ്റത്ത് വയറ് വിരിച്ചിട്ട് റിമോട്ടൊക്കെ ആയിട്ടിരുന്നിട്ട് വേറെ റിമോട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ലാഗെന്ന് പറഞ്ഞ 10 അടി പൊക്കത്തിലുള്ള സാധനവും പോണില്ല. എന്നിട്ട് കമ്മിറ്റിക്കാർ ഇപ്പൊ അടുത്തത് വരും, ഇത് ഇപ്പൊ വരും. 1 മണിക്കൂർ ഇതിന് സമയം കൊടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ആയിട്ടും ഇതിങ്ങനെ ഇതിനകത്തുനിന്ന് ഒരു ചതുരത്തിനകത്തുനിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പള്ളിപ്പെരുന്നാളായിട്ടാ. ഇത് ഈ ചൈനയിലൊക്കെ പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ വീടിനകത്തിട്ട് പൊട്ടിക്കുന്ന പടക്കമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ടാണ് പരിപാടി കൂവി നിർത്തുന്ന കണ്ടിട്ടുണ്ട്. വെടിക്കെട്ട് കൂവി നിർത്തിച്ച ആൾക്കാര് കൂവണ സൗണ്ടില് വെടിക്കെട്ട് തോറ്റുപോയി. കുറെ കൂന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഒരാളൊരു ബക്കറ്റുമായിട്ട് വന്നിട്ട് അതിലോട്ട് ഒറ്റ വെള്ളം കൂടിയിട്ട് വെടിക്കെട്ട് ചൈനീസ് വെടിക്കെട്ട് കൊണ്ടുവരാൻ ഓടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട്. സോ പ്രവീൺ ഓൾ ടുഗെദർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ചെയ്തതെന്ന് തോന്നിയിട്ടില്ല. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പുതിയ തമാശകളായിട്ടൊക്കെ തോന്നി. സോ ഇനിയും വരണം. We all enjoyed. Thank you. And now we have the Excellence Award segment. നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കലാകാരിയാണ്. 300-ലധികം സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ഒക്കെ നമുക്ക് പ്രിയങ്കരിയായി മാറിയ ശ്രീമതി പൊന്നമ്മ ബാബു.
പൊന്നമ്മ ചേച്ചി ഓ നമസ്കാരം. നമസ്കാരം. നമസ്കാരം നമസ്കാരം ചേച്ചി. നമസ്കാരം ഷാജോനെ. പൊന്നമ്മ ചേച്ചി, നമ്മളിങ്ങനെ ഒരു എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ഇതിൽ തുടങ്ങി. ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ ഈ സെഗ്മെന്റിൽ വന്നുപോയി, സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നുപോയി. കാരണം മലയാളികളെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണയെങ്കിലും ചിരിപ്പിച്ചിട്ടുള്ളവരാണ് ഈ പരിപാടികളിലെല്ലാം വന്നുപോയിട്ടുള്ളത്. പൊന്നമ്മ ചേച്ചി ചിരിപ്പിക്കുക മാത്രമല്ല ഒരുപാട് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം തിരക്കിനിടയിൽ, കാരണം കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേരോട് നമ്മൾ തിരക്കിനിടയിൽ എന്ന് പറയുമ്പോൾ പറയും ഇപ്പൊ തിരക്കൊന്നും ഇല്ലെന്നൊക്കെ പറയും, കാരണം സത്യമായിരുന്നു. പക്ഷെ അന്നും ഇന്നും പൊന്നമ്മ ചേച്ചിക്ക് തിരക്കില്ലാത്തൊരു സമയമില്ല. ഞാൻ പൊന്നമ്മ ചേച്ചീനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വിളിക്കുമ്പോൾ എത്ര ഡേറ്റ് കൊടുത്താലും അന്ന് അതിന്റെ ഷൂട്ടിംഗ് കൊണ്ട്, ഇന്ന് ഇതിന്റെ ഷൂട്ടിംഗ് കൊണ്ട്, അപ്പുറത്തെ ഷൂട്ടിംഗ് കൊണ്ട് എന്ന് പറയുന്ന ഒരു ബിസി ആർട്ടിസ്റ്റ് ആണ് പൊന്നമ്മ ചേച്ചി. വളരെ സന്തോഷം ചേച്ചി ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച്. പൊന്നമ്മ ചേച്ചീനെ പൊന്നമ്മ എന്നാണ് പേരെങ്കിലും പരിചയമുള്ളവരെല്ലാം ഞാൻ വിളിച്ചേക്കുന്നത് പൊന്നൂസേ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ വിളി ആദ്യം വിളിച്ചതാരാ? കൊളപ്പുള്ളി ലീലയാന്ന് എനിക്ക് തോന്നുന്നേ. ലീല ചേച്ചിയാണോ പൊന്നൂസേ എന്ന് വിളിക്കുന്നത്? ആ, 300 സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കരിയറാണ്. 300-ലധികം ഉണ്ട്. 2018 വരെയുള്ള ലിസ്റ്റല്ലേ വന്നുള്ളൂ. അല്ല, ഞാനൊരു ഊഹത്തിൽ 300-ലധികം ഉണ്ട്. 300 എന്ന് പറഞ്ഞാൽ 300-ലധികം സിനിമകൾ എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. എത്ര നാള്, ഏതാണ്ട് എത്ര സിനിമകൾ? ആദ്യം വന്ന സിനിമ ഏതായിരുന്നു? പടനായകൻ, ദിലീപ്, ആ കുട്ടേട്ടൻ. നിസാർഗ ഡയറക്ട് ചെയ്തതാണ്. 96 വന്നതാണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ഇല്ല. പിന്നെ ഇതിനിടയിൽ പൊന്നമ്മ ചേച്ചി ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ ഒരു പൊന്നൂസ് കിച്ചൺ തുടങ്ങി. പൊന്നൂസ് അല്ല, പൊന്നമ്മാസ് കലവറ. പൊന്നമ്മാസ് കലവറ. അതെ, അതെങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നു. ഓൺലൈൻ നന്നായിട്ട് പോകുന്നുണ്ട്. അതാ പറഞ്ഞു പിഷാരുടെ മുമ്പേ പറഞ്ഞപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് സിനിമയെല്ലാം പെട്ടെന്ന് ബ്രേക്ക് വന്നപ്പോ ഇനി എന്ത് ചെയ്യും എന്നൊരു മനസ്സിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ എനിക്കാണ് ചുമ്മാ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം പിള്ളേരുള്ള ഓൾറെഡി എല്ലാവരും സെറ്റിലായി. അപ്പൊ ഞാൻ പിന്നെ ഈ സിനിമാ നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ നടക്കുന്നത്. എപ്പോഴും എനിക്കിങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു, ഞാൻ ഓൾറെഡി ചാനൽസിലെല്ലാം കുക്കറി ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ആൾക്കാരെല്ലാം 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൺലൈൻ തുടങ്ങാൻ പൊന്നമ്മാസ് കലവറ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ തുടങ്ങി. നമ്മുടെ മലയാളത്തിലെ എൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ സിനിമാ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം, മമ്മൂക്ക, ലാലേട്ടൻ എന്ന് വേണ്ട അങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ. നിങ്ങളുടെയൊന്നും കിട്ടിയിട്ടില്ല, ബാക്കിയൊക്കെ പിന്നെ പിടിച്ചോളാം. ബാക്കി എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ട് തന്നു ആ സമയത്ത്. ഇന്ന് നല്ല രീതിയിൽ ഓൺലൈൻ നന്നായിട്ട് പോകുന്നുണ്ട് പൊന്നമ്മാസ് കലവറ. ഞങ്ങൾ ആ സമയത്ത് സപ്പോർട്ട് കിട്ടാണ്ട് കിടക്കുമായിരുന്നു എവിടെ. അവരെ പോലെ ആയിരുന്നില്ല, അതായിരുന്നു ഞങ്ങളുടെ വിഷയം. ഏതെങ്കിലും കലവറയിൽ എന്തെങ്കിലും കിട്ടി തിന്ന് ജീവിക്കാനുള്ള കഷ്ടപ്പാട് നിൽക്കുന്നതിൻ്റെ ആണ്ടാണ്. എനിക്ക് പൊന്നമ്മ ചേച്ചി പറ്റി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ടൊക്കെ ചെല്ലുമ്പം ഒരു 5-8 ദിവസം ഒരു ലൊക്കേഷനിലാണെങ്കിൽ പിന്നെ വേറെ ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളവരായിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇടയ്ക്കൊക്കെ വിളിക്കും, അങ്ങനെയുള്ള സൗഹൃദങ്ങളല്ലേ. ചേച്ചീനെ നമ്മൾ ഏത് ലൊക്കേഷനിൽ ചെന്ന് കണ്ടാലും നമുക്ക് അങ്ങനെ ഒരു വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളായിട്ടാണ് ചേച്ചി തോന്നുന്നത്. നമ്മളെന്തോ ഒരു സ്വന്തം ആളെ പോലെയാണ്. നമ്മളിപ്പോൾ ഒരു കുറേ ഗ്യാപ്പിന് ശേഷം കണ്ടാലും നമ്മുടെ ഒരു സ്വന്തം, നമ്മൾ ഇന്നലെ കുറച്ച് മുമ്പേ കണ്ട് സംസാരിച്ചിട്ട് പോയ ഒരാളില്ലേ, അതേപോലുള്ളൊരു ബന്ധമാണ് ചേച്ചി. അത് വളരെ കുറച്ച് പേര് എനിക്ക് തോന്നുള്ളൂ കേട്ടോ. മലയാള സിനിമയിൽ അങ്ങനെ നമുക്കൊരു ഫീൽ തോന്നിയിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിലൊരാളാണ് പൊന്നമ്മ ചേച്ചി. നാടകത്തിലുണ്ടായിരുന്നില്ലേ ചേച്ചി? ആ, ഡ്രാമയെന്നാ ഞാൻ വരുന്നേ. എത്ര നാള് നാടകത്തിലുണ്ടായിരുന്നു? ഡ്രാമയിൽ ഞാൻ 15 വയസ്സുള്ളപ്പം ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 വർഷം, 16 വയസ്സിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് മാളമെന്നായിരുന്നു നാടകത്തിന്റെ പേര്. പിന്നെ മാളത്തിൽ തന്നെ ഒളിച്ചു. നാടകത്തില് എത്ര സ്റ്റേജൊക്കെ ഈ ഉറക്കനിപ്പും യാത്രയും സാധാരണ ഒരു നാടകം ഞാൻ കൊച്ചിലെ നാടകം കളിച്ച് ഞാൻ ഒരു സ്റ്റേജേ കളിച്ചുള്ളൂ. പിന്നെ ഞാൻ 23 വയസ്സുള്ളപ്പോഴേ പിന്നെ നാടകത്തിൽ വരുന്നത് നായികയായിട്ട് തന്നെ. അത് പൂഞ്ഞാർ നവതാര, പിന്നെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹസ്ബൻഡ് സമിതി. ഈ അങ്കമാലി പൂജയും പൂഞ്ഞാർ നവതാര എന്നൊക്കെ പറഞ്ഞ ഒരു 250 സ്റ്റേജ് മിനിമം. 250 അല്ല, ഞങ്ങൾ ത്രിപിൾ നാടകം കളിച്ചിട്ടുണ്ട്. നവതാരയിലെ അക്ഷയമാനസം, അംഗരക്ഷകനൊക്കെ 3 സ്റ്റേജ് പറഞ്ഞാൽ, ഒന്ന് 7 മണിക്ക്, ഒരെണ്ണം ഒരു 10 മണിക്ക്, പിന്നെ ഒരെണ്ണം 2:30, 3 മണിക്ക്, പല സ്ഥലത്തായിട്ടാണ്. അടുത്തടുത്ത് തിരുവനന്തപുരം അടുത്തടുത്ത് 3 നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ നാടകം കളിച്ച് നേരം എടുത്തു പോയിട്ടുണ്ട്. ഞാൻ കൊണ്ട് 3 കളിയൊക്കെ കളിച്ച മൂന്നാമത്തെ കളിക്കാർ എപ്പോഴും 2:30-3 മണി പരിപാടി ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ജീവിതം, ഭയങ്കര നാടക സ്റ്റേജ് ഉണ്ടല്ലേ? ഞാനൊക്കെ പിഷാരടി ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഈ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് അഭിമാനപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നാടകം കളിച്ച സമയത്ത്, ഞാൻ കളിച്ച സമയത്ത് ജനകോടികളായിരുന്നു. അതിന് മുന്നേ ഞാൻ നാടകം കളിച്ചേ. പിന്നീട് ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ വന്നു. ആ സിനിമയിൽ ജനലക്ഷങ്ങളാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾക്ക് കൈയടിക്കുന്നത്. അതിനൊരു ഭാഗ്യം ഉണ്ടായി. കാലം പോയ പോക്കാൻ ഞാനീ പറയുന്നത്. കാലം പോയ പോക്കം നമുക്ക് പണ്ട് കിട്ടിയ പോലെ
ഉത്സവപ്പറമ്പിൽ നിലത്തിരിക്കാനും നിലത്തിരുന്ന് കാണാനും ഒക്കെ ഇപ്പൊ ആള് വരികയില്ല. കസേര ഇട്ട് കൊടുത്ത് ഫാനും വെച്ചു കൊടുത്ത് പന്തലും ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ആൾക്കാർ വരുന്നുള്ളൂ. ഞാനും നമ്മൾ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ചേട്ടാ ആ സമയത്തൊക്കെ എങ്ങനെ പോയാലും ഒന്നുകിൽ നമ്മുടെ മിമിക്സ് പരേഡിന് മുമ്പൊരു നാടകം, അല്ലെങ്കിൽ മിമിക്സ് പരേഡ് കഴിഞ്ഞൊരു നാടകം, എങ്ങനെ ഒരു വർഷം ഒരു 15 നാടകങ്ങളുമായിട്ടെങ്കിലും നമ്മൾ പല സ്ഥലത്ത് കൂട്ടിമുട്ടുമായിരുന്നു. പിന്നെ നമ്മളുടെ ഷോയും നന്നായി, ആ നാടകവും നന്നായാൽ പൊതുവെ പല ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ നമ്മൾ ഒരേ പരിപാടിക്കാരായിരിക്കും. ഒന്നുകിൽ അവരുടെ നാടകം കഴിഞ്ഞ് നമ്മുടെ മിമിക്രി, അല്ലെ നമ്മുടെ നാടകം കഴിഞ്ഞ് അവരുടെ മിമിക്രി, അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാനിപ്പോ മൂന്നാമത്തെ ഒരു കാര്യം പറയാനും, സ്റ്റേജ് ഷോസുകൾ, എല്ലാ അവാർഡുകളും നമ്മുടെ അമ്മ ഷോ മുതൽ ബാക്കിയെല്ലാം അതൊക്കെ കോടികളുടെ മുന്നിലല്ലേ കളിക്കാൻ ബാക്കി ദൈവം തന്നേ. അമ്മയുടെ ഷോയില് മമ്മൂക്ക, ജയറാമേട്ടൻ, സിദ്ദിഖ ഇവരെല്ലാം കൂടെ ഒരു ഡാൻസ് കളിക്കുകയാണ്. ഇവരെല്ലാം കൂടെ ഒരു ഡാൻസ് അമ്മയുടെ ഷോ തിരുവനന്തപുരത്ത് കിടക്കുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. മുകേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, മമ്മൂക്ക, സിദ്ദിഖ, മനോഹേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ 2 ഹീറോയിൻ വേണം അതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏരിയയിൽ ഹണി റോസ് ആണ് ചെയ്തത്. ഹണി റോസ് കഴിഞ്ഞാൽ പിന്നെ ആ ഡാൻസിലുള്ള ഒരാൾ പൊന്നമ്മ ചേച്ചിയാണ്. പൊന്നമ്മ ചേച്ചി അതിന്റെ ലാസ്റ്റ് ഒരു മിനിറ്റ് ഉള്ളൂ ഡാൻസിന്റെ. അതിന്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ആ യൂട്യൂബിൽ അന്ന് മറ്റേ പ്രിയാവാര്യര് പിരികം പൊക്കിയത് ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. പൊന്നമ്മ ചേച്ചി പിരികമൊക്കെ പൊക്കി തോക്കൊക്കെ എടുത്തൊരു വെടിയൊക്കെ വെച്ച് എന്തോ ഒരു കയ്യടിയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഏതൊക്കെയാ? അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഓൾറെഡി ഇപ്പൊ സിനിമ എന്ന് പറയുന്നത്, ഞാനിപ്പോ അന്ന എന്ന് പറഞ്ഞ ഒരു പടമാണ്, കമ്മിറ്റി ആയിരിക്കുന്ന പടം. ഒരു ചേട്ടത്തിയാ, എൻ്റെ ഹസ്ബൻഡായിട്ട് അനൽസിയാർ ചേട്ടനാണ്, 3 മക്കളുടെ അമ്മയായിട്ട് നല്ല ക്യാരക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും മെയിൻ. ഞാനിപ്പോൾ ഈ ക്യാരക്ടർ ഇപ്പോൾ എടുക്കുമ്പോൾ ഇപ്പം ഇത്ര സിനിമകൾ ഇനി സിനിമകൾ 2 ദിവസം 1 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അമ്മയുടെ ഒരു ഷോയിൽ ഒരു സ്കിറ്റ് 5-6 സിനിമയിൽ വില്ലവേഷം ചെയ്യുന്ന ആൾക്കാർ, രഘുചേട്ടൻ, അപ്പഹാജ, കുണ്ട്ര ജോണി ചേട്ടൻ, ഈ സംഘമൊക്കെ കൂടെ ഹിറ്റ്ലറിന്റെ റിവേഴ്സ് ആണ്. മാധവി ചേച്ചി എന്ന് പറയുന്ന കൽപ്പന ചേച്ചി ചെയ്യുന്ന കഥാപാത്രത്തിന് 5 ആംഗളമാരാണ്. ഈ 5 ആംഗളമാരെ പൊന്നുപോലെ ഈ ചേച്ചി നോക്കുന്നത്. ആ പൊന്നുപോലെ നോക്കുന്ന ഇതിനകത്ത് ഭീമൻ രഘുചേട്ടൻ ഒരു ആംഗളയാണ്. ആ ആംഗളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നത് ഹിറ്റ്ലറിൽ സോമൻ ചേട്ടൻ ചെയ്ത വേഷമാണ് പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത്. എന്നിട്ട് അവര് തമ്മിൽ പ്രേമമായിട്ട് ഭീമൻ രഘുചേട്ടൻ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് കരയൊക്കെ ചെയ്യും. അപ്പം കൽപ്പന ചേച്ചി ചോദിക്കും, നിനക്ക് ഒന്നും ഒച്ച വെക്കായിരുന്നില്ലേ? ഇതാ ട്യൂഷൻ ടീച്ചർ കേട്ടാ, ഭീമൻ രഘുചേട്ടനെ നശിപ്പിച്ച ട്യൂഷൻ ടീച്ചറായി നിൽക്കുന്നത്. അപ്പൊ നിനക്കൊന്ന് ഒച്ച വെക്കായിരുന്നില്ലേ, നിനക്കൊന്ന് കരയായിരുന്നില്ലേ? നിനക്ക് അതിന്റെ ക്ലൈമാക്സ് ഭീമൻ രഘുചേട്ടൻ വന്നിട്ടേ, പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടുമ്പോ ഒച്ച വെക്കണോ തിന്നണോ? അത് ഞാൻ എഴുതിയ സ്കിറ്റായിരുന്നു. അതിൽ ചേച്ചി അഭിനയിച്ചത് ഗംഭീര സ്കിറ്റായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹിറ്റ് പടത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. ഒരുപാട് വലിയ നല്ല ഷോയുടെ ഹിറ്റ് ഷോയുടെ ഭാഗമാകാൻ പറ്റി. അതും ദൈവത്തിന്റെ നന്ദി. ഇനിയൊക്കെ എനിക്ക് കിട്ടുന്നതൊക്കെ ബോണസാ. പക്ഷെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ ബോണസ് കിട്ടുന്ന ആള് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പൊന്നമ്മ ചേച്ചിയുടെ ഒരുക്കം നല്ല. മക്കള് ഓസ്ട്രേലിയയിലുണ്ട്. 2 പേര് ഓസ്ട്രേലിയ, മോൻ UK. 3 പേരാ എനിക്ക്, 2 മോള് ഒരു മോൻ. ഒരു UK 2 ഓസ്ട്രേലിയ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചതാണേ. എന്റെ ഓർക്കണം, ഞാൻ 16 വയസ്സിൽ കല്യാണം കഴിച്ച ആളാ. എന്റെ എന്റെ ആ ജീവിതം കംപ്ലീറ്റ് പിള്ളേരോടൊപ്പം വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് വളർന്നു. നിങ്ങൾ ഒന്നിച്ച് വളരുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചങ്ങ് വളർന്നു. ഇപ്പൊ എന്റെ കൂടെ പഠിക്കുക എന്റെ ഉള്ള ഏജിലുള്ള പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളൊക്കെ അവരൊക്കെ ഡിഗ്രി അതൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്റെ മക്കളെയൊക്കെ കെട്ടിച്ച് അവർക്ക് മക്കളായി. ഇതൊക്കെ കാണാൻ ദൈവം ഭാഗ്യം തന്നു. നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് എല്ലാം കഴിച്ച് ഗംഭീരമായി. പൊന്നമ്മ ചേച്ചി നമ്മളിപ്പോ വെറുതെ വർത്താൻ പറയണം. പൊന്നമ്മ ചേച്ചിക്ക് നമ്മൾ ചില ആൾക്കാരോട് എങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, സുഖമാണോ, കുഴപ്പമില്ല, ഇങ്ങനൊരു അതൃപ്തരായിട്ടുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. പൊന്നമ്മ ചേച്ചി സുഖമാണോ, സുഖം, പരമസുഖം എന്ന് പറയുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി. അങ്ങനെ ഒരു പരാതി, സുഖമില്ല, കുഴപ്പമില്ലെന്നൊന്നും പറയുന്ന ആളല്ല. വളരെ സന്തോഷം പൊന്നമ്മ ചേച്ചി. സന്തോഷം. താങ്ക് യു. അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ എപ്പോഴും ബിസിയായിരിക്കുന്ന, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ എപ്പോഴും ബിസിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നമ്മ ചേച്ചി വീണ്ടും അതിൽ നിന്ന് സമയം കണ്ടെത്തി ഇവിടെ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ എത്തിയതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം തരാൻ ആഗ്രഹിക്കുകയാണ്. അത് ചേച്ചിക്ക് കൈമാറുവാനായിട്ട് ഞാൻ ഷാജോൻ ചേട്ടനെയും രമേശ് ചേട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീമതി പൊന്നമ്മ ബാബു നാടകങ്ങളിൽ അഭിനയിച്ചു. ഒരു ദിവസം 3 നാടകം വരെ ചെയ്തു. 300-ലധികം സിനിമകൾ, ഇപ്പോഴും ടെലിവിഷൻ പരിപാടികളും സിനിമയും എല്ലാമായി
തിരക്കിലാണ്. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്ന തിരക്കിനിടയിൽ ഒരു അല്പസമയം ഫണ്ട്സ് അപ്പോൺ എ ടൈമിന് വേണ്ടി മാറ്റിവെച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ആദരം. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാം. വി ഹാഡ് മനീഷ് മണി ആൻഡ് പ്രവീൺ. ഇരുവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനീഷ്, പ്രവീൺ രണ്ടുപേരുടെയും മികച്ച പ്രകടനമായിരുന്നു. ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിലും കൃത്യമായും വ്യക്തമായും പ്രവീൺ അവതരിപ്പിച്ചു. കുറച്ചുകൂടെ പുതുമയാർന്നതും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെയുമുള്ള തമാശകൾ പറഞ്ഞത് മനീഷാണ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ മനീഷ്. ദൈവമേ, പിന്നെ വെച്ചിട്ടില്ല ഇവര്. മിസ്റ്റർ പിഷാരടി, നിങ്ങൾ ആ കുറ്റി ഇവിടെ ഇതുവരെ വച്ചിട്ടില്ല. അല്ല സാർ, ഞാനല്ല ആ കുറ്റി ഇവിടുന്ന് മാറ്റിയത്. എന്നോടല്ലല്ലോ ചോദിക്കണം. അത് മാറ്റിയത് ആരാണ്? അയാളോട് ചോദിക്കുക. ആരാ മാറ്റിയത്? മാറ്റിയത് ഈ നിൽക്കുന്ന കലാഭവൻ ഷാജോണാണ് ഇവിടുന്ന് കുറ്റി പിഴുതെറിഞ്ഞത്. അതിന്റെ കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അപ്പുറത്ത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചത്. അല്ലല്ല, നിങ്ങൾ പിഴുതെറിഞ്ഞത് ഒരു വളരെ മോശമായി പോയി ഷാൻ ചേട്ടാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വയ്ക്കുന്ന ഗവൺമെന്റ് മാറ്റിയ ഒരു കുറ്റി പിഴുതു മാറ്റുവാണോ ചേട്ടൻ ചെയ്യേണ്ടത്? സാർ, ഇദ്ദേഹമാണ് അത് മാറ്റിയത്. ഹലോ മിസ്റ്റർ ഷാജോൺ, വി ആർ കമ്മിങ് ഫ്രം ഇന്ത്യൻ റെയിൽവേ. നിങ്ങൾ ചെയ്ത കാര്യം എന്താണെന്നറിയാം? ഒരു രാജ്യദ്രോഹ കുറ്റമാണ് നിങ്ങൾ ചെയ്തത്. അതിവേഗ ട്രെയിനിന്റെ പാതയ്ക്കുള്ള സർവേയുടെ കുറ്റിയാണ് നിങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിനെതിരെയാണ് നിങ്ങൾ. കേരള ഗവൺമെന്റിനെതിരെയാണ് നിങ്ങൾ. ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിഷു പറഞ്ഞ് ഇത് പിഷു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സിനിമാ താരമാണ്, സെലിബ്രിറ്റി ആണെന്ന് കരുതി വീഡിയോ റെക്കോർഡ്സ് എന്റെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരും അത്. ആണോ? പിഷു സാർ എടുത്ത് മാറ്റിയത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരോട് പ്രത്യേകിച്ച് പിഷാരടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് മാറ്റിയത്. അപ്പൊ എന്നെ മാത്രം ശിക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. മിസ്റ്റർ ഷാജോൺ പിഴുതെറിഞ്ഞ ആൾക്കും അതിന് പ്രേരണ നൽകിയ പിഷാരടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യുക്തമായ നടപടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ പോലുള്ള സെലിബ്രിറ്റികൾ, വിവരമുള്ള ആളുകൾ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ എങ്ങനെ വികസനം വരും? നാട്ടിലെങ്ങനെ വികസനം വരും? ഈ നാടെങ്ങനെ പുരോഗമിക്കും? നാടെങ്ങനെ പുരോഗമിക്കും? ഇങ്ങനെ പിന്തിരിപ്പന്മാർ ഉണ്ടാകാൻ പാടുണ്ടോ? ഇങ്ങനെ പിന്തിരിപ്പന്മാർ ഉണ്ടാകാൻ പാടുണ്ടോ? ഈ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവോ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാറുണ്ട്. മോണിക്രോഫേ നല്ല വലിയ സ്പീക്കർ ഇവിടെ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ, ഇതുപോലെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചാൽ മാത്രമേ നമ്മുടെ നാട് പുരോഗമിക്കൂ. പോസ്റ്റ് ഓഫീസ് വന്നത്, പോലീസ് സ്റ്റേഷൻ വന്നത്, പണ്ട് ഇവിടെ ഇലക്ട്രിക്കിന്റെ ഒരു പോസ്റ്റ് വന്നു പറഞ്ഞ് അതിനെതിരെ സമരം ചെയ്ത പിന്തിരിപ്പന്മാരുണ്ട്. അവർ തന്നെ ആ പോസ്റ്റിൽ നിന്ന് കറണ്ട് വലിച്ചെടുത്ത് ബൾബും ഫാനും എസിയും വെച്ചിപ്പോ കിടക്കുക. അതുകൊണ്ട് നഷ്ടങ്ങൾ സഹിച്ചാൽ മാത്രമേ നാട്ടിൽ വികസനം വരൂ. ഹലോ, വൈഫാണേ. എന്താടേ? എവിടെ? പിഴുതറിയില്ലത്, എന്നാ ചേട്ടാ? എന്റെ പിഴുതറിഞ്ഞു. ഞാൻ മണ്ണേക്കുമ്പോ പിഴുതറിഞ്ഞു കളഞ്ഞോളാം. സംഭവം എന്താ? എന്റെ വേലി ഇത്തിരി മാറ്റി കളഞ്ഞിട്ട് റോഡിന് വീതി കൂട്ടണമെന്ന് ഞാൻ സമ്മതിക്കോ? എന്റെ സ്ഥലം കാട്ടി കളയാനായിട്ട്. വികസനം വികസനമൊക്കെ കരക്കാരെ പറമ്പെടുത്തിട്ട് എന്റെ പറമ്പിൽ തൊട്ടാൽ